ലെനിൻ്റെയും മാക്സിൻ്റെയും പാതയിൽ ജീവിക്കുന്ന അടിയുറച്ച സഖാവിന് അതേ പാത പിന്തുടരുന്ന യുവതികളിൽ നിന്നും വിവാഹാലോചനകൾ അർജൻറ്റായി ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ. ഈ അർജൻറ്റായിട്ട് എന്നുള്ളത് വേണോ? എടോ, എനിക്ക് അർജൻറ്റായിട്ടൊരു കല്യാണം വേണോ? പറയുന്നതാണ് ചെയ്താൽ മതി. എന്നാൽ അതിൻ്റെ കൂടെ പാർട്ടീൻ്റെ ചിഹ്നം കൂടി ഞാൻ കുറച്ച് സിംപിൾസിറ്റി അവതരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ പോലെ ചെയ്താൽ മതി. ഇതെന്താടാ ഇത്? ഇത് ഇന്നലെ ചെറിയൊരു നോർത്ത് കൊറിയൻ സാധനം പരീക്ഷിച്ച ചേച്ചി. നോർത്ത് കൊറിയൻ സാധനം വേറെ എന്തെങ്കിലും കയ്യിലുണ്ടാ? ഒന്നുമില്ല ചേച്ചി. പിന്നെന്താ പോക്കറ്റിലെന്താ? പോക്കറ്റിലെന്താ? കൈ മാറ്റടാ. കൈ മാറ്റാൻ. ഇതെന്താടാ ഇത്? അതൊരു ഓലപ്പടക്കല്ലേ ചേച്ചി. കരച്ചിൽ നിർത്തടാ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ മാതിരി പൊട്ടണ സാധനം കൂടി ഇതിനകത്ത് കയറരുന്നു. പറഞ്ഞിട്ടുണ്ടോ? പോടാ, പോയി കളഞ്ഞിട്ട് പോടാ. പോടാ, പോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കേരളകുമാരന്റെ ബ്രാക്കറ്റിൽ കേക്കേന്ന് ഇത്. ഇങ്ങനെയുണ്ട്. നന്നായിട്ടുണ്ട്. അയ്യോ ഓടിക്കോ. അത് ശരി, നിങ്ങളുടെ തിരക്കാക്കിലൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചൂടെ സെറ്റ് ആയിരിക്കുന്നു. ഗിരി അവിടെ ഗിരിയേട്ടൻ വന്നോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അതിപ്പോണോ? ആ എടുക്ക് ചേച്ചിയെ. ഇതെങ്ങനെയുണ്ട്? നന്നായിണ്ട്. പ്രാവശ്യം ശരിയാവുന്നാണ് എൻ്റെ വിചാരം. നല്ലതാണ് ആ വിചാരം. അതെ, ഈ വാങ്ങിക്കുന്നൊക്കെ എപ്പോൾ തിരിച്ചു തരാനാ പ്ലാൻ? വെറുപ്പിക്കലടി, ഞാൻ തരാം. ആ, ഈ ചോദിക്കുമ്പോൾ എടുത്തു തരുന്നതേ കല്യാണത്തിന് വെച്ചിരിക്കുന്ന കാശാണ്. അങ്ങനെ നിന്റെ കല്യാണം മുടങ്ങി പോകണം, ഞാൻ കിട്ടിയാ പോരെ? എടാ, ഈ നാളെങ്കിലും പണിക്കാളെ വിടുവോ? എനിക്കിത് ഇവിടുന്ന് നേരിട്ട് വാങ്ങിയാൽ പോരേനു. 5 ലക്ഷം തന്നാൽ മതിയാ, പെട്ടെന്ന് വിടുന്ന് പറഞ്ഞാൽ. എടാ, അമ്മേ, ദേ അച്ഛൻ. ഗിരി, നീ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഉണ്ടായതാരണം പറയാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞു ഇത്ര നേരായെന്ന് കാത്തിക്കന്. ഞാൻ പെണ്ണ് വേറെ ആരെയും കെട്ടിപ്പോയിണ്ടാവും. വണ്ടി പൈസ കൊടുക്കണ്ടല്ലോ. ഇനി 1 മിനിറ്റോ? ഇത് വല്ലാണ്ട് ചിരിക്കല്ലോ. എനിക്കത് തമാശയായിട്ട് തോന്നുന്നു. ഇതെന്താ ഗിരിയേട്ടാ ഇത്? അതേതാ കമ്പൈമിലാറ്റം കൊളുത്തിയതാ. ഞാനല്ല, ഇന്ന് സജിയ കൂടെ പോണ്ടേ. ഗിരിനെ ഇങ്ങനെ ഒറ്റക്ക് വിടരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? സജി അല്ലെങ്കിൽ കേക്ക് കൂടെ പോകണമെന്നല്ലേ പാർട്ടിയുടെ നിർദ്ദേശം? വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഓനെ എങ്ങനെ വെറുതെ ചീത്ത പറയണ്ട. കൈ പൊള്ളിയോണ്ട് ഞാനാ പറഞ്ഞു പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. എവിടെ നോക്കട്ടെ. ചേട്ടാ, എന്റെ മുതലാളി ഇവിടെ ഉണ്ടോ? ആ മുതലാളി, നമ്മുടെ സൈറ്റിലെ പണിയുടെ വർക്ക് സൈഡിലെ കാര്യങ്ങളൊക്കെ ഞാൻ ആടെ വന്നിട്ട് പറയാ. നീ എന്താ ഇവിടെ? ആ സൈറ്റിൽ ഞാൻ ഇനി പോകുന്നില്ല മുതലാളി, പോകുന്നില്ല. എന്താ? രാവിലെ എണീക്കണം, കുളിക്കണം, പല്ല് തേക്കണം, ഇതൊക്കെ എനിക്ക് അലർജിയാണ്. ആ ഞാനേ ചോട്ടുകൂനെ കൂടി വിളിക്കട്ടെ. ചോട്ടൂനെ കൂട്ടി പോകാൻ പറ്റിയൊരു വർക്കല്ല അത്. നീ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. മുതലാളി 2-3 മാസത്തെ പൈസ എനിക്ക് ബാലൻസ് ഉണ്ട്. പൈസ എടുത്തോ, പൈസ എടുക്ക്.
നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ വാങ്ങണ്ടല്ലോ. എന്താണ് മുതലാളി 3 മാസത്തെ പൈസ ആണ് എനിക്ക് ബാലൻസ്. ബാക്കി തേതോ ഏടാ 3 മാസത്തെ പൈസ ഞാൻ കേരളത്തിലേക്ക് അയച്ചില്ലേ. അവിടെ പൈസ നെയ്യായ ട്രെയിന് കയറി അവിടെ എത്തണ്ടേ. ശരി ട്ടാ. അങ്ങനെയാണെങ്കിൽ മാക്സിമം കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിൽ ബംഗാളിനെ പറ്റിച്ചില്ല മുതലാളി. അതെന്ത് പറഞ്ഞാലും എന്താണ് അവിടെ? ഇതെന്തായിട്ട് കിണറ്റുകരയിലൊരു ആൾക്കൂട്ടം? കിണറാന്നുള്ള മനസ്സിലാവില്ലല്ലോ. കിണറാണ് നീ കാണാൻ വന്ന പെണ്ണ് കിണറ്റ് ചാടിയ. ഇനി എന്റെ ഫോട്ടോ അങ്ങനെ ആ കുട്ടി നേരത്തെ കണ്ടോ? ഒന്നുമില്ല. ഇറങ്ങിറങ്ങി ഒന്ന് പോയോ. മോളെ നീ അച്ഛൻ ഒന്നും മതി. ഇതെന്താ ഇത്? ഇവിടെ ഉണ്ടോ? എന്താ മോളിക്കുട്ടി പിടി. അത് കൂടെ ഇല്ലേ മോൾ ഉറങ്ങാൻ കൂടി ഇല്ല. അച്ഛൻ കേറി ഐഡിയ. കളഞ്ഞ് നല്ലോണം പിടിക്കാനല്ലേ. ഇപ്പല്ലേ മതിലിൽ പിടിച്ചോ. ഇങ്ങനെ പെർഫോമൻസ് നല്ല ബംഗാളിയല്ല അച്ഛാ. അതൊക്കെ എന്തേ കൊടുക്കും. പണി പാളിടാ. आपने अच्छा काम किया भाई. हेलो കിട്ടുമ്പോ കിട്ടും വാങ്ങി. പക്കടോ ഭായ്. എന്റെ പെർഫോമൻസ് അടിപൊളിയായിനി. അപ്പൊ ശരി, കുറച്ച് പണികളുണ്ട്, ഞങ്ങൾ കൊണ്ടുപോവാട്ടോ. ബംഗാളി നല്ല ബംഗാളി. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ 14-ാം വാർഡിലെ 36-42 ബൂത്ത് നമ്പറുകളിൽ പാർട്ടിയുടെ ഉറച്ച 8 വോട്ടുകൾ ആരോ മാറ്റി ചെയ്തിട്ടുണ്ട്. അത് ആരാണെന്നും എന്തുകൊണ്ടാണെന്നും പാർട്ടി ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ വേണ്ടതുണ്ട്. അത് പിന്നെ സഖാവ് അവിടെ ഇരിക്ക്. പാർട്ടിന്റെ ഉള്ളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഈടെ ചർച്ച ചെയ്യണം, അല്ലാണ്ട് വോട്ട് മാറ്റി ചെയ്യല്ല വേണ്ടത്. അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചെറുപ്പക്കാരെ പാർട്ടിയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണം. ഇന്നെപ്പോലെ കല്യാണം കഴിക്കാൻ പെണ്ണും കിട്ടാത്ത ചെറുപ്പക്കാരുടെ നീർന്ന പ്രശ്നങ്ങളിൽ പാർട്ടി ഇടപെടണം. ഒരു കമ്മ്യൂണിസ്റ്റ് മാട്രിമോണി തന്നെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ചൈന എന്നോ കൊറിയെന്നോ പെണ്ണുങ്ങൾ ഇറക്കണം. അങ്ങനെയാണെങ്കിൽ പട്ടായെന്ന് കുറച്ച് പിള്ളേരൊക്കെ മസാജിങ് നടക്കല്ലോ. സഖാ തൽക്കാലം അവിടെ ഇരിക്കുക. ഈടെ പെണ്ണ് കെട്ടിയൊരു പ്രശ്നം ആയി തീരുമാനമാവട്ടെ കേട്ടാ. ഈ പരിപ്പോടൊക്കൊന്നും പണ്ടത്തെ പോലത്തെ ടേസ്റ്റ് ഇല്ലല്ലേ. അപ്പോഴേ ഇപ്രാവശ്യത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ പയ്യന്നൂർ നടക്കുന്ന പാർട്ടി മീറ്റിംഗ് പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും പോകുന്നുണ്ട്. ഇവിടെ ദിനേശ് മാഷും കൂടെ പോട്ടെ, ഏതെങ്കിലും എഴുത്തുകൂത്തിനൊക്കെ വേണ്ടിയിട്ടേ. അല്ല, ദിനേശൻ പോയാലെങ്ങനെയാ? അപ്പൊ നാളെ SN കോളേജിലെ NSS കുട്ടികൾ വരുമ്പോൾ ഓട്ടോ ആരും നോക്കും? തൽക്കാലം ഇന്ത്യൻ മാനേജ് ഇരി സജ്ജക്കണ്ടല്ലേ ഇവിടെ. എന്താ ഗിരി? ആയിക്കോട്ടെ. അപ്പൊ തന്നെ പിരിയാം. അപ്പോൾ ദിനേശ, നാളെ കാണാം. ഇന്നത്തെ മിനിറ്റ്സ് നീ ഇന്ന് നാളെ പാർട്ടി ഓഫീസിൽ വെച്ചേ കേട്ടാ. നടക്കണം. എടുക്കണോ? ദിനേശേട്ടെങ്കിലും ലേറ്റ് ആയിന് കുറച്ച്. അല്ല, മീറ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിന്? ഇപ്രാവശ്യം ഇവിടെ തന്നെ ആയിരിക്കും. ആണോ? നമ്മുടെ KVG അല്ലേ ട്രഷർ. അപ്പം നമുക്ക് കട്ടയ്ക്ക് പണിയായല്ലോ. ഗിരി അവിടെ വണ്ടി പോണ കണ്ടില്ലല്ലോ. ചിലപ്പോൾ അവനും കേക്ക് കൂടി വർത്താനം പറഞ്ഞിരിക്കും. എനിക്ക് കുറച്ച് പണി ഉണ്ടായിട്ട് ഞാനൊക്കെ പോകുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കാണിച്ചടാ. ഇലക്ട്രിക് ബോംബ് നല്ലല്ലേ? നന്നായിട്ടുണ്ട്. ഇത് പോരാളി ഗ്രൂപ്പിന്റെ നെറ്റിൽ നിന്ന് നോക്കി കണ്ടു പഠിച്ചതാ. എങ്ങനെയുണ്ട്? കണ്ടുപോയാ? ഇതെന്താ പെട്ടെന്നൊരു കറണ്ട് പോക്ക്? ഞാൻ ഇലക്ട്രിക് ബോംബ് അവിടെ ചാർജിൽ വെച്ചിനല്ലോ. ഇനിയിപ്പോൾ അത് വല്ലതാണോ? ഞാനിപ്പോൾ വരാം കേട്ടോ. ശരി എന്നാ.
പോവാം. ആ കുട്ടികളെ അകത്ത് വിരിച്ചിട്ടുണ്ട് കേട്ടാ, വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ മോനാ ദിനേശൻ. NSSന്റെ കുട്ടികളാ, ഇന്ദു ഉണ്ടാക്കിയ. ഈ ഇപ്പൊ എങ്ങടെ പോണ്? അവിടെ നിറച്ച് പെൺകുട്ടികളാ. ഈ പുറത്തുനിന്ന് കുളിച്ചാ മതി. തോർത്തി ഞാൻ എടുത്തോണ്ട് വരാം. ഇന്ന് കോലായിൽ കിടക്കേണ്ടി വരും കേട്ടാ. ആ വന്നാ ആ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ അങ്ങാടി കൂടെ വന്നപ്പോ കണ്ടില്ലല്ലോ. ഞങ്ങൾ അവിടെ സ്കൂളിലുണ്ടായിരുന്നു. ഈ എന്താ ലേറ്റ് ആയത്? നിങ്ങൾ എന്താ ലേറ്റ് ആയ? ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. ആ NSSന്റെ പിള്ളേർ പറഞ്ഞാൽ ലേറ്റ് ആയിട്ടോ. ആൺകുട്ടികളെല്ലാം സ്കൂളിലാക്കി, പെൺകുട്ടികളെല്ലാം 5-6 വെച്ച് സഖാക്കളുടെ വീട്ടിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കുറച്ച് കുട്ടികൾ. എല്ലാം നമ്മുടെ ഇന്ദുവിന്റെ പ്ലാനാ. ആ ഇന്ദു സഖാവിന്റെ അടുത്ത് കയ്യും കാലും പിടിച്ച് ഞാൻ പറഞ്ഞതാ, ഒരു 5 എന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത്. അത് ചെയ്തില്ല. ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ എവിടെയെങ്കിലും കിടക്കേണ്ടി വരും. ദേ ഫുള്ളയിക്കില്ല ഇവിടെ. പേടി ഉണ്ടെങ്കിൽ ഞാനും കൂടി വരാം. ആർക്ക്? അല്ല ഇവന്. ആ അത്ര പേടിയൊന്നുമില്ല. എന്താ ഇത്ര സ്നേഹം പെട്ടെന്ന്? അല്ലടാ, ഈ ഭാഗത്ത് ഇവിടെ നല്ല കാറ്റാണല്ലോ. ഇവനെ കൂടെ കിടത്തുന്നൊക്കെ കൊള്ളാം. രാത്രി ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കോൺക്രീറ്റിങ്ങിന് പോകും. അതായിരിക്കും പേടിയുണ്ട്. കോമഡിയാ. ആ വീഡിയോ കോൾ വരുന്നുണ്ട്, വീഡിയോ കോൾ. NSSന്റെ കുട്ടികൾ വന്നിട്ടുണ്ടല്ലേ? എല്ലാവർക്കും കൂടി ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ കുറച്ചു പേര് എന്റെ വീട്ടിലേക്ക് വിട്ടോ. അയ്യോ, അത് മാഷ്ക്കൊരു ബുദ്ധിമുട്ടാവൂല. ഇതൊക്കെ ഒരു സന്തോഷല്ലേ? അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ കുറച്ച് ആൺകുട്ടികളുണ്ട്, ഓരോ മാഷ വീട്ടിലേക്ക് വിടാം. ഫോണിലെ ചാർജ് പോയി. ആൺകുട്ടികളെ എന്റെ വീട്ടിലേക്ക് ചാർജ് ഇല്ലാത്ത ഫോണായിട്ട് അറിയാം. എന്നാ ഞാൻ പോട്ടെ. ശരി. അപ്പൊ ഞാൻ ഗിരീനെ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് വരാം. പെട്ടെന്ന് വരണമെന്നില്ല, വരും. പതുക്കെ വന്നാ മതി. അല്ല ഗിരിയെ, മാഷ വീട് ഇങ്ങോട്ടല്ലേ? വെറുതെ ഇരിക്കൊക്കെ. സുഹൃത്തുക്കളെ, ഈ മുഖ്യമന്ത്രി പദം ഞാൻ ആഗ്രഹിച്ചതല്ല, നിങ്ങൾ തന്നു, ഞാൻ കൈ നീട്ടി സ്വീകരിച്ചു. ഇൻക്ലാബ് 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 സിന്ദാബാദ്. എടാ, അർജന്റായിട്ട് തിരുവനന്തപുരത്ത് എത്തണം. വെച്ചിട്ട് പോയപ്പോരെ? ഇൻഡിഗോ ഇപ്പൊ ലാൻഡ് ചെയ്യും. എടോ വാടോ. ഇൻഡിഗോ ഗോപാലക പാഹി മാം അനീശം രഥമയി. ഗോപാലക പാഹി മാം അനീശം പദരഥമയി. ഗോപാലക പാഹി മാം ഇതിപ്പോ ഏതാ അമ്പലം? അമ്പലത്തിലാണ് ഞാൻ കിടന്നത്. പദരഥമയി. ഗോപാലക പാഹി മാം അനീശം രഥമയി. ഗോപാലക പാഹി മാം അനീശം പദരഥമയി. ഗോപാലക പാഹി മാം അനീശം തവ പദരഥമയി. ഗോപാലക പാഹി. അതമ്മ കുട്ടിയോട് റേഡിയോ വെച്ചതാണേ. മീൻകറി എളുപ്പത്തിരിക്കുന്നുണ്ട് അമ്മ, അതൊന്ന് നോക്കോ. പുതുമ. ആഹാ, നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. നീ വൈകുന്നേരം ഭജനയും പുഴുക്കൊക്കെ ഉണ്ടാവുകയല്ലേ? നമുക്ക് മനുവിനോട് പറഞ്ഞു, നാളെങ്കിലും നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം. ഇന്നത്തെ പോലെ ലേറ്റ് ആയി പോറ്. ശ്രദ്ധിച്ചു പോണേ. അയ്യോ, NSS ക്യാമ്പ് ഉണ്ട്, മറന്നുപോയി. പോട്ടെ, ഞാനുണ്ട്.